നമുക്കിപ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ അമൃത് ജി കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ അമൃത് ജി കുമാർ, ഇപ്പോൾ പ്രതീക്ഷകൾ വളരെ കുറവായിരുന്നു, കാരണം സമയം ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ വർഷം ഇടപെടില്ല, അതിന്റെ മെറിറ്റിലേക്ക് കടക്കാം. പക്ഷെ അത് എന്തായാലും ഈ വർഷം 2025 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ഇടപെടലും ഉണ്ടാവില്ല. 1:1:1 എന്ന മാതൃകയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇത്തവണയും ഒരു മാറ്റവുമില്ല. അവസാന നിമിഷം മാറ്റി റേഷ്യോ മാറ്റാനുള്ള ശ്രമം വന്നപ്പോഴേ വളരെ വ്യക്തമായിരുന്നു കോടതികളിൽ അത് നിലനിൽക്കാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല എന്നുള്ളത്. മാത്രവുമല്ല, ഈ 5:2 എന്ന റേഷ്യയിലേക്ക് മാറിയാൽ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് നേട്ടം ലഭിക്കും എന്ന് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നും നമുക്ക് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഏതാനും കുട്ടികൾക്ക് പ്രയോജനം ഉണ്ടാകുമായിരിക്കും, പക്ഷെ ആ പ്രയോജനം ഒരു ക്രീമി ലെയറിന് മാത്രമായി ചുരുങ്ങി പോകുമോ എന്നുള്ള കാര്യവും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തു തന്നെയായാലും പ്രോസ്പെക്ടസ് പുറത്തിറക്കി, പ്രോസ്പെക്ടസ് മാറ്റാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രോസ്പെക്ടസ് പുറത്തിറക്കി പരീക്ഷ നടത്തി പരീക്ഷയുടെ റിസൾട്ടിന് ശേഷം പ്രോസ്പെക്ടസ് തിരുത്താനുള്ള, പ്രോസ്പെക്ടസിലെ കാര്യങ്ങൾ മാറ്റാനുള്ള തീരുമാനം. സാർ, ഇപ്പം അഭിഭാഷകന്റെ പ്രതികരണം കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ സർക്കാർ അപ്പീലുമായി പോയി ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റും രണ്ടാമത് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റും അതിന്റെ ഒരു താരതമ്യം, ആ ഡാറ്റ ശേഖരിച്ച് അതിന്റെ ഒരു താരതമ്യം നടത്തി രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ എത്രത്തോളം പിന്നോട്ട് പോയി എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു ചോദ്യമുണ്ടോ? ഇല്ല, അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ പോലും തന്നെ ഒരിക്കൽ ഒരു കോടതിയുടെ മുൻപിൽ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതിനൊരു സാധ്യത നിലനിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ മുമ്പിൽ എല്ലാം ഇന്ത്യയിലെ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് ഒരു ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷയിൽ തുല്യമായിട്ടുള്ള അവകാശം അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ സ്കൂളുകളിലെ കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടേണ്ടത് കൊണ്ട് ഇങ്ങനൊരു മാറ്റം വരുത്തി എന്ന് കോടതിയിൽ പറഞ്ഞാൽ നിലനിൽക്കുന്നതല്ല. മറിച്ച് കാരണം കോടതി സമിതി എല്ലാം ഇന്ത്യയിലെ പൗരന്മാരാണ്, അതൊരു വിവേചനമായിട്ട് മാറും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ശരിക്കും യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കോളേജുകൾക്കും പ്രൈവറ്റ് കോളേജുകൾക്കും ഒക്കെ തന്നെ വ്യത്യസ്ത നിയമങ്ങൾ, ഉദാഹരണം റെഗുലേറ്ററി ഏജൻസികളൊക്കെ തന്നെ ഗവൺമെന്റിനും പ്രൈവറ്റിനും ഒക്കെ തുല്യമായിട്ടുള്ള എല്ലാം ഒരേ നിയമങ്ങളാണ് പ്രായോഗികമാക്കുന്നത്. UGC ആയാലും ശരി, എല്ലാം ഒരേ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ. അപ്പൊ വ്യത്യാസം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസിന്റെ അകത്തുള്ള മാറ്റങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് നടത്തി അത് പ്രോസ്പെക്ടസ് പുതുക്കി കൊണ്ടുവന്നാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ഈ അനുവാദം മാറ്റിയതിനെ ചോദ്യം ചെയ്യുന്നില്ല. അതിന്റെ മെറിറ്റിലേക്ക് ആരും കടന്നിട്ടില്ല. ആ മെറിറ്റിനെയല്ല ചോദ്യം ചെയ്തത്. ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം, പരീക്ഷ എഴുതുമ്പോൾ ഒരു പ്രോസ്പെക്ടസും പരീക്ഷ എഴുതി കഴിഞ്ഞ് മറ്റൊരു പ്രോസ്പെക്ടസും വരുമ്പോൾ പഠിച്ച വിദ്യാർത്ഥികളുടെ കാര്യം കൂടി നോക്കണോ എന്നുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തി എന്നുള്ളത് മാത്രമാണ് കോടതികൾ, ഹൈക്കോടതി ആയാലും ശരി സുപ്രീം കോടതി ആയാലും കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റേത് രണ്ടാമത്തേതാണ്. അതായത് മെറിറ്റിൽ ഒരു 5% മാത്തമാറ്റിക്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു യുക്തി ഉണ്ടാവണം. അതിന്റെ മെറിറ്റിലേക്ക് കടന്നാൽ വീണ്ടും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ആ കമ്മിറ്റിക്ക് ഗവൺമെന്റ് പറയുന്നത് പോലെ 5% എന്ന് വെക്കാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ഓരോ സബ്ജക്ട് ഈ കുട്ടികൾ ഏത് കോഴ്സിലേക്കാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ കോഴ്സിന് അനുയോജ്യമായിട്ടുള്ള അഭിരുചിക്ക് തുല്യമായിട്ടുള്ള വെയിറ്റേജ് മാത്രമേ അതാത് സബ്ജക്റ്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. 5:3:2 എന്നുള്ള റേഷ്യോ ഒരുപക്ഷെ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റിയോട് പറഞ്ഞാൽ അവരത് അങ്ങനെ വെച്ചു കൊടുത്തുകൊള്ളുന്ന നിർബന്ധമില്ല. മറിച്ച് അത് ഓരോരോ കോഴ്സുകൾ ഏത് കോഴ്സിലേക്കാണോ എടുക്കുന്നത് ആ കോഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് ഇതിന്റെ റേഷ്യോയിൽ വ്യത്യാസം. വളരെയധികം നന്ദി സർ.